ഹായ് വെൽക്കം ടു സിഗ്നേച്ചർ ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസ് സിയുടെ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ഈ ഒരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടറുടേത്. കാരണം പി എസ് സിയുടെ ആനുവൽ കലണ്ടർ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്, പക്ഷെ അതിനകത്തൊന്നും എന്തില്ല, ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു ഡേറ്റയും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള പരീക്ഷ, അതായത് ഇതിനു മുന്നേ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ നടന്നിട്ടുണ്ട് 2023-ലാണ്. അപ്പൊ ആ പരീക്ഷയുടെ ആ നോട്ടിഫിക്കേഷന്റെ അതിന്റെ റിസൾട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർഷം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളതും ഈ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരും എന്ന് പറയുന്നതിനുള്ള കാരണം എന്തെന്നും നമുക്ക് നോക്കാം. ഇത് നമ്മുടെ തൊട്ട് മുന്നേ വന്ന നോട്ടിഫിക്കേഷൻ ആണ്. 2022-ലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കേട്ടോ. 31/12/2022-ലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. അതിന്റെ കാറ്റഗറി നമ്പർ ജസ്റ്റ് നോക്കിയാൽ മതി, 691/2022. അപ്പൊ ഈ ഒരു പരീക്ഷയെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു പരീക്ഷ വഴി നിയമനം ലഭിക്കുന്നത്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആയിട്ട് നിയമനം ലഭിക്കുന്നത്. ഇത് ഒരു ഫീൽഡ് വർക്കും അതുപോലെ തന്നെ ഓഫീസ് വർക്കും ചേർന്ന് വരുന്ന ഒരു ജോബ് സ്ട്രക്ചർ ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സാലറി കേട്ടോ. 35,600 തൊട്ട് 75,400 വരെയാണ് ആ ഒരു സാലറി പേ സ്കെയിൽ എന്ന് പറയുന്നത്. അത് നോക്കിക്കുക. അപ്പൊ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിരുന്നു അന്ന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് കൂടിയിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ആയി വരിക ചെയ്തത്. അപ്പൊ ഇപ്പോൾ ലാസ്റ്റ് എത്ര വേക്കൻസി വരെ അത് ഫിൽ ആയിട്ടുണ്ട്, ലാസ്റ്റ് പോയ അഡ്വൈസ് എത്രയാണ്, ഏത് റാങ്ക് വരെ പോയിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് പുറകെ നോക്കാം. അപ്പൊ നോട്ടിഫിക്കേഷൻ 2022-2023 ഫെബ്രുവരി വരെ ഒരു മാസം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നോക്കുക ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെട്ടത്, അതായത് 2022 നോട്ടിഫിക്കേഷൻ വന്ന ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെട്ടത് 2023 ഡിസംബറിലാണ്. അപ്പൊ ഏകദേശം 1 ഇയറോളം നമുക്ക് എന്തിയിട്ടുണ്ട്, പഠിക്കാനായിട്ടുള്ള ഒരു സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നു. 2022 നോട്ടിഫിക്കേഷൻ വന്നു, 2023-ലാണ് എക്സാം നടന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ്. ഷോർട്ട് ലിസ്റ്റ് വന്നത് 2024-ലാണ്. അപ്പൊ റിസൾട്ട് ഔട്ട് ആയിരുന്നത് 2024-ലാണ്. അപ്പൊ നോക്കുക, ആ ഒരു പാത്ത് നോക്കുക. 2022 നോട്ടിഫിക്കേഷൻ വന്നു, 2023 എക്സാം നടന്നു, 2024 ഒരു 7-ാം മാസം ആയപ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ റിസൾട്ടും വന്നു. അപ്പൊ ഇതിൽ അന്ന് റാങ്ക് ലിസ്റ്റ് ഇട്ടിരുന്ന ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇട്ടുന്നതിൽ 254 പേര് മെയിൻ ലിസ്റ്റിലും 257 പേര് സപ്ലിയിലുമായിട്ട് ടോട്ടൽ 511 പേരുടെയാണ് ഇട്ടിരുന്നത്. അപ്പൊ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കട്ട് ഓഫ് നോക്കുക. 63 മാർക്സ് ആയിരുന്നു ഇതിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഒരു എലിജിബിലിറ്റിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഗ്രാജുവേഷൻ ഉള്ളപ്പോൾ അവിടെ നമ്മൾ +2 ലെവലിൽ ബയോളജിയും മാത്സും പഠിച്ചിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനാണ് ഉള്ളത്. +2 ലെവലിൽ ഒരു ബയോളജിയും മാത്സും പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്, ഒരു ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. 18 മുതൽ ഇപ്പോഴത്തെ ഏജ് ലിമിറ്റ് കൂട്ടിയതുകൊണ്ട് 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാനും പറ്റുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യാൻ നോക്കിയേക്കുക. അപ്പൊ ഇതിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും ഈ റാങ്ക് ലിസ്റ്റ് എഫക്ട് നിലവിൽ വന്നത് നോക്കുക എത്രയാണ്, 2024 തന്നെയാണ്. അതായത് 2024 ഡിസംബറിൽ. അപ്പൊ നമ്മൾ നോക്കിയേ, 2022 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു, 2023 ഡിസംബറിൽ പരീക്ഷ നടന്നു, 2024 ഡിസംബറിൽ ആയപ്പോഴത്തേക്കും അതിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ വന്നു. ഓക്കെ, ഇനി ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് 3 വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. 3 years ആണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ 2024 കഴിഞ്ഞിട്ട് 2025 ഡിസംബർ, 2026 ഡിസംബർ, 2027 ഡിസംബർ ആവുമ്പോഴത്തേക്കും എത്രയായിരിക്കും, 3 വർഷത്തെ കാലാവധി കഴിയും. അപ്പൊ 2027 ഡിസംബർ 5 അല്ലെങ്കിൽ 5-ാം തീയതി കഴിയുമ്പോൾ 6-ാം തീയതി ആവുമ്പോഴത്തേനും അടുത്ത റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം, നിലവിൽ വരണം. ആ ഒരു രീതിക്കാണ് പി എസ് സിയുടെ പ്രോസസ് ഒക്കെ പോകുന്നത്. അപ്പൊ 2027 ഡിസംബറിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്തായിരിക്കണം, 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിന് മുന്നേ ഈ 2027 ഡിസംബറിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതിന്റെ എല്ലാ പ്രോസസ്സും പി എസ് സിക്ക് കണ്ടക്ട് ചെയ്ത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്നാലേ 2027 ഡിസംബർ ആകുമ്പോഴത്തേക്കും, ഈ പറഞ്ഞ ഡേറ്റ് ആകുമ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത് പറയാൻ കാരണം, 2026 തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ, 2026 നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്ത് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടും കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊട്ട് പ്രീവിയസ് 691/2022 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് നമുക്ക് 1 വർഷം പഠിക്കാനുള്ള സാവകാശം ഉണ്ടായിരുന്നു. ഇവിടെ അത് കിട്ടാനുള്ള സാവകാശം കുറവാണ്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത്. കാരണം 2027 ഡിസംബറിൽ റാങ്ക് ലിസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷ നടത്തി, നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് പരീക്ഷ നടത്തി കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സാവകാശം കുറവായിരിക്കും.
ഒരു 6 മാസം നമുക്ക് കിട്ടിയാലായി. അങ്ങനെ അത്രയും രീതിക്ക് പോകുമ്പോഴത്തേനും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത് നോട്ടിഫിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ നേരത്തെ കൂട്ടി തന്നെ എന്ത് ചെയ്യുക, അതിന്റെ പഠന കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ഡയറി സയൻസ്, നാച്ചുറൽ സയൻസ്, അങ്ങനെ പറയുന്ന കുറച്ച് ടോപ്പിക് നമ്മൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഒത്തിരി ബാലികര മലയൊന്നുമല്ല. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോഴറിയാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ സാലറി സ്റ്റാർട്ടിംഗ് സാലറിന് ഏകദേശം 40-ന് മുകളിൽ നമുക്ക് കിട്ടുമ്പോൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പോസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇന്ന് ഇതുവരെ, അതായത് നമ്മൾ സംസാരിക്കുന്ന ഈ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയം വരെയും ഇതിന്റെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 60 എണ്ണമാണ് പോയിരിക്കുന്നത്. ടോട്ടൽ 60 അഡ്വൈസ് ആണ് പോയത്. അതായത് ലാസ്റ്റ് പോയിരിക്കുന്നത് 20/1/2026 അത് ഓപ്പൺ കാറ്റഗറിയുടെ റാങ്ക് നോക്കുക 39 ആണ് പോയിരിക്കുന്നത്. ബാക്കിയുള്ളത് അതിനനുസരിച്ചുള്ള റാങ്ക് റിസർവ്ഡ് കാറ്റഗറീസിന്റെയും പോയിട്ടുണ്ട്. അത് നോക്കിയാൽ ടോട്ടൽ 60 അഡ്വൈസ്, 10 വേക്കൻസിയിൽ തുടങ്ങിയതാണ്. ഇപ്പൊ എത്ര? 60 വേക്കൻസി. ഇനി ഒരു വർഷം കൂടെ ഉണ്ട്. അപ്പൊ ഇനിയും അത്യാവശ്യം നല്ല വേക്കൻസി 100 മുകളിലേക്ക് പോകുന്നത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി വരുന്ന പരീക്ഷയ്ക്കും അത്യാവശ്യം വേക്കൻസീസ് അപ്പോൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ആ ഒരു അവസരം നമ്മൾ വിനിയോഗിക്കുക. നേരത്തെ കൂട്ടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ സിഗ്നേച്ചർ ലേണിംഗില് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. കൃത്യമായിട്ടൊരു കാര്യം, അത് ചുമ്മാ നമ്മൾ വലിച്ചുവാരി കിടന്ന് പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കേണ്ട കാര്യം കൃത്യമായിട്ടും നന്നായിട്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ രീതിക്ക് തന്നെയാണ് അതിന്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതും. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ടെലഗ്രാമിൽ സിഗ്നേച്ചർ ലേണിംഗ് എന്ന് സെർച്ച് ചെയ്താലും മതി. ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾക്കും ബാക്കി കാര്യങ്ങൾക്കും ആയിട്ട് ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പൊ നേരത്തെ കൂട്ടി ഒരു കൃത്യമായ പഠനം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഈ ഒരു അവസരം വിനിയോഗിക്കുക. അപ്പൊ ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ വീണ്ടും ഒരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.